ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ജാമാണ്. പൈനാപ്പിൾ ജാം തയ്യാറാക്കുന്നതിന് നന്നായി പഴുത്ത ഒരു പൈനാപ്പിൾ ചെത്തി പീസാക്കി വെച്ചിരിക്കുന്നതാണ് ഒരു ബൗളിൽ. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരു നാരങ്ങ പീസാക്കി അതിൻ്റെ പിഴിഞ്ഞ് 2 സ്പൂൺ നീരും കൂടി ഇതിനാവശ്യമുണ്ട്. പൈനാപ്പിൾ പീസാക്കിയത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അല്പം പോലും വെള്ളം ചേരാതെ ആയിരിക്കണം നമ്മൾ ആട്ടിയെടുക്കേണ്ടത്. ചെറിയ തീയിൽ നന്നായി ഇളക്കിയെടുക്കുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ചെറിയ തീയിലായിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ജാമിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ അരച്ചെടുക്കേണ്ടത്. പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് കുറുകി വരാൻ തുടങ്ങി. പിഴിഞ്ഞു വെച്ച നാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിളക്കാം. കുറുകി വരുന്നുണ്ട്. പൈനാപ്പിൾ ജാം നന്നായി ശരിയായിട്ടുണ്ട്. തണുത്തപ്പോൾ നല്ല കട്ടിയിലിരിക്കുകയാണ്. നമുക്ക് ഉപയോഗിക്കുന്ന പാകത്തിലാണ് ഇരിക്കുന്നത്. ഇതിനെ ഇനി നമുക്ക് ഒരു മൺകുപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കാം. മൺകുപ്പിയാകുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.